ടിപ്സ് ഓഫ് ഇടുക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് നല്ല കിച്ചൺ ടിപ്സുകളും കൊണ്ട് തന്നെയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കണേ. എങ്കിലാണ് ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പം നമുക്ക് ഇന്നത്തെ ടിപ്സ് ഒന്ന് കണ്ടു നോക്കിയാലോ. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് തന്നെയാണ് കേട്ടോ. നമ്മളുടെ ബോഡിയൊക്കെ നമുക്ക് നല്ല രീതിയിൽ വൃത്തിയാക്കാൻ പറ്റുന്നൊരു ഹോം മെയ്ഡ് സ്ക്രബ്ബറിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഉള്ളിയുടെ ആ ഒരു നെറ്റ് ഉണ്ടല്ലോ, നമ്മൾ വലിയ സവാളയൊക്കെ വരുന്ന അല്ലെങ്കിൽ ഉള്ളിയൊക്കെ വരുന്ന നെറ്റ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളുടെ പറമ്പുകളിലൊക്കെ ഉള്ള വാഴയിലയാണ് കേട്ടോ. വാഴയില ഇതുപോലെ റെഡിയാക്കി എടുക്കണേ. ഞാനിവിടെ ഇതുപോലുള്ളൊരു വാഴയില എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു വാഴയുടെ ആ ഒരു ഇലയിൽ നിന്ന് നമുക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് അങ്ങ് വാഴയില മുറിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുക്കണം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഹോം മെയ്ഡായിട്ട് നമുക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആകും. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇത് യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് കളയുകയും ചെയ്യാം. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പുതിയതായിട്ട് എടുത്തുപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. ഒരു 2 ദിവസമൊക്കെ നമുക്ക് ഈ ഒരു ഇല വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം അത് കളഞ്ഞതിന് ശേഷം നമുക്ക് പുതിയ ഇല വേണം ഈ നമ്മളുടെ സ്ക്രബ്ബറിന് വേണ്ടിയിട്ട് എടുക്കാനായിട്ട്. അപ്പം നല്ല സിമ്പിളാണ്, എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആകും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് കേട്ടോ. പണ്ടുള്ള കാലങ്ങളിലുള്ള അമ്മച്ചിമാരൊക്കെ വാഴയില വെച്ചിട്ട് നമ്മളുടെ ബോഡിയൊക്കെ തേക്കുമായിരുന്നു. നമ്മളുടെ ബോഡി സ്ക്രബ്ബറായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പം അതൊക്കെ ഞാൻ എൻ്റെ കുഞ്ഞുനാളിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു നമുക്കും അത് യൂസ്ഫുൾ ആകുന്ന രീതിയിലൊന്ന് റെഡിയാക്കി എടുത്താലോ ഒന്ന്. അപ്പം ഞാനിവിടെ വാഴയില എല്ലാം ഇതുപോലെ ചെറിയ പീസസായിട്ട് മുറിച്ച് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. വാഴയില എടുക്കുന്നതിന് മുന്നേ ഒരു കാര്യം ശ്രദ്ധിക്കണം, നന്നായിട്ട് കഴുകി റെഡിയാക്കിയതിന് ശേഷം അതിനകത്ത് ചെറിയ പ്രാണികളോ അല്ലെങ്കിൽ പുഴുക്കളോ ഒന്നും ഇല്ലയെന്ന് ഉറപ്പാക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ചെറിയ ചെറിയ വാഴയിലകളെല്ലാം കൂടി നമുക്ക് നമ്മളുടെ ആ ഒരു ഉള്ളിയുടെ ആ ഒരു നെറ്റ് ഉണ്ടല്ലോ അതിനകത്തേക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഏതൊരു സാധനവും നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ റീയൂസ് ചെയ്യാം കേട്ടോ. ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയതാണ്, നല്ലൊരു റിസൾട്ട് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒണിയൻ നെറ്റ്. അതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വാഴയില നമുക്ക് അതിനകത്തേക്ക് അങ്ങ് വെച്ച് കൊടുക്കാവേ. സിമ്പിളാണ്. നമ്മൾ ഓണിയൻ വാങ്ങിക്കുമ്പോഴേ ഒന്ന് സൂക്ഷിക്കുക, ആ സവാള എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള രീതിയിലുള്ളൊരു ഹോളേ അതിന് വരുത്താവുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. നമ്മളുടെ വാഴയില ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു 2 വശങ്ങളുമായിട്ട് നമുക്കൊന്ന് നല്ല രീതിയിലൊന്ന് കെട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ അത് ടൈറ്റായിട്ട് അവിടെ ഇരുന്നോളും. നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം. പിന്നെ നിങ്ങൾ 2 ദിവസമാണ് ഞാൻ പറഞ്ഞല്ലോ, 2 ദിവസമാണ് മാക്സിമം ഇത് ഉപയോഗിക്കാവുള്ളൂ. അതിന് ശേഷം വീണ്ടും വാഴയില മാറ്റിയതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിത് ഇങ്ങനെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ഒണിയൻ നെറ്റിലും കൂടെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് 2 നെറ്റ് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ല രീതിയിലൊന്ന് സപ്പോർട്ടായിട്ട് ഇരുന്നോളും. അപ്പോൾ 2 നെറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. കണ്ടോ, രണ്ടാമത്തെ നെറ്റ് ഇതാണ്. ഈ ഒരു രീതിയിൽ അതിനകത്തേക്ക് വീണ്ടും ഒന്നും കൂടെ കവർ ചെയ്തതിന് ശേഷം കെട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, നല്ലതാണോ എന്ന് അറിയാം കേട്ടോ. വളരെ നല്ലതാണ്. ഞാനപ്പോൾ അതും കൂടി കാണിച്ചു തരാവേ. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് സ്ക്രബ്ബർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സോപ്പും കൂടെ അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മളുടെ ബോഡിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. വളരെ നല്ലതാണ്, നല്ല നാച്ചുറലാണ്, ഹോം മെയ്ഡാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ മറക്കരുത്. ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തുടർന്നും വന്ന് വീഡിയോസൊക്കെ കാണുകയും വേണം കേട്ടോ. മറ്റൊരു നല്ല വീഡിയോയും നല്ലൊരു ടിപ്സുമായി വീണ്ടും കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്നും വന്ന് വീഡിയോസൊക്കെ കാണുമല്ലോ. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.